നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വമെന്ന് കോൺഗ്രസ് ജില്ലാ ഉന്നതതല നേതൃയോഗം വിലയിരുത്തി. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം UDFന് ഭൂരിപക്ഷ വിജയം ഉറപ്പിക്കുന്നു. ഭരണവിരുദ്ധ വികാര തരംഗമായാൽ കുന്നംകുളം, കയ്പമംഗലം, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, ചേലക്കര സീറ്റുകൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും അപശബ്ദങ്ങളില്ലാതെ പൂർത്തീകരിച്ചത് തൃശൂർ ജില്ലയിലെ വിജയത്തിന് പ്രധാന കാരണങ്ങളാണെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇടതുപക്ഷ സഹയാത്രികരും UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. LDFനെ അനുകൂലിച്ചിരുന്ന പല ഘടകങ്ങളും ഇന്ന് UDFനൊപ്പമാണെന്നും യോഗം വിലയിരുത്തി. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം UDFന് ഭൂരിപക്ഷ വിജയം ഉറപ്പിക്കുന്നു. ഭരണവിരുദ്ധ വികാരം തരംഗമായാൽ കുന്നംകുളം, കയ്പമംഗലം, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, ചേലക്കര സീറ്റുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. AICC സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസ് UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒത്തൊരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും ഉന്നതതല നേതൃയോഗം സംതൃപ്തി രേഖപ്പെടുത്തി. ജില്ലയിൽ UDFന് വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ BJP LDF അന്തർധാര രൂപപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ അതിനെ ചെറുത്തു തോൽപ്പിച്ചുവെന്നും വിലയിരുത്തലുണ്ടായി. DCC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. AICC നിർദ്ദേശപ്രകാരം ജില്ലാ ചുമതല വഹിക്കുന്ന ബന്നി ബഹനാൻ MP, TN പ്രതാപൻ, O അബ്ദുറഹ്മാൻകുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, KV ദാസൻ, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, CC ശ്രീകുമാർ, സ്ഥാനാർത്ഥികളായ തോമസ് ഉണ്ണിയാടൻ, PT അജയമോഹൻ, സുനിൽ ലാലൂർ, രാജൻ പുല്ലൻ, OJ ജനീഷ്, PN വൈശാഖ്, TM നാസർ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, തൃശൂർ.